ഹലോ മക്കളെ, എല്ലാ വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് നമ്മൾ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ ഈ 0 മുതൽ 90 ഡിഗ്രി വരെയുള്ള വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലയോ. സൈൻ 0യും സൈൻ 30യും സൈൻ 45ഉം അങ്ങനത്തെ വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ വാല്യൂസ് വരുവാണെങ്കിലോ, ഇങ്ങനെ വാല്യൂസ് ഒരു സൈൻ 210 ഡിഗ്രി കണ്ടുപിടിക്കാൻ പറയുമോ, അല്ലെങ്കിൽ ഒരു കോസ് 7π/4 ഇങ്ങനെ കണ്ടുപിടിക്കാൻ വരുമോ. സോ ഇങ്ങനത്തുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനത്തുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എപ്പോഴാണ്? നമുക്കറിയാം, നമ്മുടെ ഓസിലേഷൻസ്, അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അല്ലെങ്കിൽ AC-യുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അപ്പം ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത്, റൊട്ടേഷൻ മോഷൻ, ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെയുള്ള വാല്യൂസിനെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒരു സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇങ്ങനത്തുള്ള വാല്യൂസ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പലർക്കും എന്താവാറുണ്ട്? തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിനി വരേ ചെയ്യരുത്. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് നമുക്ക് തറവായിട്ട് എന്ത് ചെയ്യണം? ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ സൈനിനകത്ത് ഇനി 1000 വന്നോട്ടെ, ഒരു 10,000 വന്നോട്ടെ, 1,00,000 വന്നോട്ടെ, എന്തോ വന്നോട്ടെ, സൈൻ്റെയും കോസിൻ്റെയും ഒക്കെ അകത്ത് ഏത് ആംഗിളോ വന്നോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? അവന്മാരുടെ എല്ലാം വാല്യൂസ് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്ക് പഠിക്കാം. ബാ, അങ്ങനെ ബാ, നോക്കിയിരുന്നോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. മക്കളെ, ഇതാ നോക്കടാ, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ക്വാഡ്രന്റ് എന്ന് പറയും. എന്തോ നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം എന്ന് പറയല്ലോ. ഇതാരായിരുന്നു? ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുള്ളതായത്. ഇതാരാ? ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇതാരാ? നമ്മുടെ തേർഡ് ക്വാഡ്രന്റ്. ഇതാരാ? നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ ആണോ? ഓക്കെ. ഈ ആളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സോ ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ നോക്കിയേ, നമ്മൾ ആംഗിളുകളെല്ലാം മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ അകത്ത് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ആംഗിളിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? സൈൻ ആൽഫ, കോസ് ആൽഫ, ടാൻ ആൽഫ, അങ്ങനെ കുറേ ആംഗിളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഈ ആംഗിളുകളെല്ലാം നമ്മൾ എവിടെ മെഷർ ചെയ്യാൻ പോകുന്നത്? എവിടുന്നാണ് മെഷർ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് എക്സൈറ്റ്സിൽ നിന്ന്. എവിടുന്നാ? പോസിറ്റീവ് എക്സൈറ്റ്സിൽ നിന്ന്. സോ 0, ഈ ആംഗിൾ എത്ര? 0. കണ്ടോ? എൻ്റെ പേന ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പേന എങ്ങനെ ഇരിക്കുക? ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പേന ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആംഗിൾ എത്ര? 0. ഇനി ആംഗിൾ എന്ത് ചെയ്യാൻ പോവാ? കൂടാൻ പോവാ. എവിടം വരെത്തി? 90 ഡിഗ്രി. ഇപ്പം ഈ പേനയുടെ ആംഗിൾ എത്രയാണെന്ന് നമ്മൾ പറയും? 90 ഡിഗ്രി എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ. സോ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന ആംഗിളിനെ ഞാൻ എവിടുന്നാണ് മെഷർ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മുടെ പോസിറ്റീവ് എക്സൈറ്റ്സ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. സോ ഇതാ നോക്കിയേ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ. ഞാൻ എൻ്റെ പേന താണ്ട് ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ, ഞാൻ ആംഗിളിനെ താണ്ട് ഇവിടുന്ന് മെഷർ ചെയ്തു. ഈ ആംഗിൾ എത്ര? ആൽഫയാണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഞാൻ ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾസിനെ ഒന്ന് പരിചയപ്പെടാൻ പോവുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാൻ പോകുന്ന ആംഗിൾസിനെ എന്ത് ചെയ്യാൻ പോവുക? ഒന്ന് പരിചയപ്പെടാൻ പോവുക. ഓക്കെ. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാൻ സാധ്യതയുള്ള ആംഗിളുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, 0-നും 90 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള ആംഗിൾസ് എല്ലാം എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും അല്ലേ? കാരണം എന്താ നോക്കിയേ, ഇത് 0 കൂടി എവിടം വരെ എത്തി? 90 വരെ എത്തി. സോ 0-നും 9-നും ഇടയ്ക്കുള്ള ആംഗിൾസ് അല്ലയോ, കുഞ്ഞ് ആംഗിൾസ്. സോ 0 to 90 ഡിഗ്രി, ആ ആംഗിൾസ് എല്ലാം എവിടെ ആയിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം 0 to π/2 റേഡിയൻ. ഈ ആംഗിൾസ് എല്ലാം എവിടെ ആയിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ഓക്കെ ആണേ? അത് സംശയമൊന്നുമില്ല. ഇനി ഏത് ആംഗിൾ വരാം? ദാ നോക്കിയേ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ദാ നോക്കിയേ, ഞാനിതൊന്ന് മായ്ക്കുവാന്നേ. ഇനി ദാ നോക്കിയേ, ഞാൻ ഇനി അടുത്തൊരു ആംഗിൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന അടുത്തൊരു ആംഗിളിനെ പറഞ്ഞുതരാം. ഇതാ നോക്കിയേ, ഇതിങ്ങനെ കറങ്ങി ഇതാ ഇവിടെ എത്തി. അപ്പം എത്ര കറങ്ങി? 2π കറങ്ങി. എത്ര കറങ്ങി? ഇപ്പം അതിൻ്റെ ആംഗിൾ എത്രയായി? 2π ആയി. 2πയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ആംഗിളും കൂടെ കൂടി. 2πയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ആംഗിളും കൂടെ കൂടി അല്ലയോ? 2πയുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടി എന്ന് വിചാരിക്കുക. ഓക്കെ. ഇപ്പം എൻ്റെ ആൽഫ എത്ര? എൻ്റെ ടോട്ടൽ ആംഗിൾ എത്ര? ടോട്ടൽ ആംഗിൾ ഞാൻ എന്ത് വിളിച്ചത്? ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര? അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു, ആംഗിൾ എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്ന ഇവിടുന്ന് പോസിറ്റീവ് എക്സൈറ്റ്സിൽ നിന്ന് മെഷർ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ. സോ ആംഗിൾ ഞാൻ ഇവിടുന്ന് മെഷർ ചെയ്ത് തുടങ്ങി. എവിടാ? ദാണ്ട് ഇവിടുന്ന് ഇങ്ങനെ കൂടി 2π എത്തി. 2πയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു തീറ്റയും കൂടെ കൂടി. ഈ കുഞ്ഞ് ആംഗിളിനെ ഞാൻ എന്ത് വിളിച്ചു? തീറ്റ എന്ന് വിളിച്ചു. ഓക്കെ. സോ 2πയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു തീറ്റയും കൂടെ കൂടി. സോ ആൽഫയെ നമുക്ക് എന്ത് വിളിക്കാം? 2π + തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാൻ സാധ്യതയുള്ള അടുത്ത ആംഗിൾ എന്തുവാ? 2π + തീറ്റ. അതെവിടെ വരാൻ സാധ്യതയുള്ളതാ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാൻ സാധ്യതയുള്ള ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇനി ഒന്ന് നോക്കേ, ഇങ്ങനെ ഒന്ന് നോക്കേ.
അടുത്തത് 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 ഒരു ഫുൾ റൊട്ടേഷൻ കറങ്ങി, ഒന്നുകൂടെ ഫുൾ റൊട്ടേഷൻ കറങ്ങി, സോറി, ഒരു ഫുൾ റൊട്ടേഷൻ കറങ്ങി, ഇപ്പം എത്രയായി? 2π. ഒന്നുകൂടെ ഫുൾ റൊട്ടേഷൻ കറങ്ങി, അതായത് 2 റൊട്ടേഷൻ, 2π + 2π, മൊത്തം എത്രയായി? 4π. 4πയുടെ കൂടെ ഒരു കുഞ്ഞി ആംഗിളും കൂടെ കൂടി. ഓക്കെ, സോ 4πയുടെ കൂടെ എന്ത് ചെയ്തു? ടോട്ടൽ ആംഗിൾ എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? ആംഗിൾ താണ്ട് ഇവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്. പോസിറ്റീവ് എക്സൈറ്റ്സിൽ നിന്നും മെഷർ ചെയ്ത് തുടങ്ങും. ഒരു ഫുൾ റൊട്ടേഷൻ 2π, വീണ്ടും ഫുൾ റൊട്ടേഷൻ, അപ്പോൾ എത്രയായി? 4π. 4πയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു തീറ്റയും കൂടെ കൂടി. 4πയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു തീറ്റയും കൂടെ കൂടി. സോ അതിൻ്റെ ടോട്ടൽ ആംഗിൾ എത്ര? ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതാ എൻ്റെ ടോട്ടൽ ആംഗിൾ. ഏതാ ടോട്ടൽ ആംഗിൾ? 1, 2, 3 കണ്ടോ? 2π + തീറ്റ. സോ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്ന ആൽഫ. ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര? 2π, ഒരു 2π, അതായത് 4π. 4πയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു തീറ്റയും കൂടെ കൂടി. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാൻ സാധ്യതയുള്ള അടുത്ത ആംഗിൾ ഏതാ? 4π + തീറ്റ. ഓക്കെ, സോ മനസ്സിലാക്കുക, 2π + തീറ്റ, 4π + തീറ്റ. ഇനി അടുത്ത ഏതാ? ഒരു 3 ഫുൾ റൊട്ടേഷൻ കറങ്ങി വിചാരിക്കുക. അതായത് ഒരു 2π, വീണ്ടും ഒരു 2π, വീണ്ടും ഒരു 2π. അപ്പോൾ എത്രയായി? 6π. 6πയുടെ കൂടെ ഒരു കുഞ്ഞി ആംഗിൾ കൂടെ കൂടി. 6πയുടെ കൂടെ ഒരു കുഞ്ഞി ആംഗിൾ കൂടെ കൂടി, അതായത് 6π + തീറ്റ. അതും എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും, അല്ലയോ? 6π + തീറ്റ എന്ന് വന്നാലും എവിടെ തന്നെ വരും? അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ വരും. ഓക്കെ, സോ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ, നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾസ് ഏതൊക്കെയാ? 0 to 90 ഡിഗ്രി, അല്ലെങ്കിൽ 0 to π/2. ആ ആംഗിൾസ് എല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഇനി വരാൻ സാധ്യതയുള്ള ആംഗിൾ ഏതൊക്കെയാ? നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞ് ഒരു കുഞ്ഞി ആംഗിളൂടെ കൂടി 2π + തീറ്റ എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഇനി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങി, അതിൻ്റെ കൂടെ 2 കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങി, അതായത് 4π + തീറ്റ. 3 കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങി, 6π + തീറ്റ. ഓക്കെ, സോ ജനറലി നമുക്ക് പറയാം, ഈവൻ, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായി കാണും, ഇതെന്താ? ഈവൻ π + തീറ്റ. ഈവൻ π + തീറ്റ എന്ന് പറയുന്നത് എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. പഠിച്ചങ്ങ് വെച്ചേക്കുക. ഈവൻ π + തീറ്റ എന്ന് പറയുന്നത് എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലയോ? ആണ്ടെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾസ് ഏതൊക്കെയാ? 0, കംപ്ലീറ്റ് റൊട്ടേഷൻ 2π, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ 4π. സോ ഈ പറയുന്ന പോസിറ്റീവ് എക്സൈറ്റ്സിൽ വരുന്ന ആൾക്കാരാണെന്തോന്ന്? ഈവൻ π, ഈവൻ π, ഈവൻ π. സോ ഈവൻ πയുടെ കൂടെ തീറ്റയും കൂടെ കൂടി അത് എവിടെ പോകും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോകും. ഓക്കെ ആണോ? ഓക്കെ, സോ തീറ്റ കൂടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, എങ്ങോട്ട് മെഷർ ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യണം. കാരണം ആംഗിൾസ് എല്ലാം നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഓക്കെ, സോ ആൻറ്റി ക്ലോക്ക് വൈസിൽ തീറ്റ കൂടി. ഓക്കെ, അപ്പോൾ തീറ്റ കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈവൻ പൈയുടെ കൂടെ തീറ്റ കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തീറ്റ കുറഞ്ഞു. ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യണം. ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്താൽ നമ്മൾ പറയും കുറഞ്ഞു. ആൻറ്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്താൽ നമ്മൾ പറയും കൂടി കൂടി വരുന്നു. ഓക്കെ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് നോക്കാം. സെക്കൻഡ് ക്വാഡ്രന്റ് ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് പരിചയപ്പെട്ട്, അല്ല വേണ്ട, സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കാം. എന്നാൽ നോക്കിയേ, സെക്കൻഡ് ക്വാഡ്രന്റിൽ എൻ്റെ ആംഗിൾ എവിടാന്ന് വിചാരിക്കുക? സെക്കൻഡ് ക്വാഡ്രന്റാന്ന് വിചാരിക്കുക. എവിടാന്ന് വിചാരിക്കുക? സെക്കൻഡ് ക്വാഡ്രന്റ്. അതായത് എൻ്റെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എവിടാന്ന് വിചാരിക്കുക? സെക്കൻഡ് ക്വാഡ്രന്റാന്ന് വിചാരിക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, എവിടുന്ന് അളന്ന് തുടങ്ങിയത്? ഇവിടുന്ന് അളന്ന് ഇവിടെ വന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാൻ സാധ്യതയുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? നമുക്കറിയാം, 90 ഡിഗ്രി തൊട്ട് 180 ഡിഗ്രി വരെ, അല്ലയോ? ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ 0 ആയിരുന്നു, ഇവിടം വരെ എത്തിയപ്പോൾ 90 ആയി. ഇവിടം വരെ എത്തുമ്പോൾ എത്ര ആവും? 180 ആവും. സോ 90 മുതൽ 180 വരെ, അല്ലയോ? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾസ് ഏതൊക്കെയാ? 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ, അല്ലെങ്കിൽ നമുക്ക് പറയാം π/2 മുതൽ π വരെ. π/2 മുതൽ π വരെ എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാൻ പറ്റുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? നോക്കിയേ. ഓക്കെ, സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാൻ പറ്റുന്ന ആംഗിൾസ് π/2 മുതൽ π വരെയാണ്. അതും പഠിച്ചു. ഇനി ഈ ആൽഫ എനിക്ക് വേറൊരു രീതിയിൽ വിളിക്കാം. ആൽഫ എനിക്ക് എന്ത് ചെയ്യാം? വേറൊരു രീതിയിൽ വിളിക്കാം. എങ്ങനെയാണെന്നറിയാമോ? നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ട്? 180 ഉണ്ട്, ഇല്ലയോ? ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ട്? 180 ഉണ്ട്. ആ 180യിൽ നിന്ന് എന്ത് ചെയ്തു? ആ 180യിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ആ 180യിൽ നിന്ന് കണ്ട ഒരു തീറ്റ എന്ത് ചെയ്താൽ മതി? അങ്ങ് കുറഞ്ഞാൽ പോരെ? ടോട്ടൽ 180 ഉണ്ട്. ആ 180യിൽ നിന്ന് ഒരു കുഞ്ഞ് ആംഗിൾ എന്ത് ചെയ്ത് കുറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് ഇളക്കണം? ക്ലോക്ക് വൈസ് ഇളക്കണം.
കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഇളക്കണം. ഓക്കെ ആണോ? ഓക്കെ. സോ കുറഞ്ഞ് അപ്പോൾ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ഇളക്കണം. സോ ഇവിടുന്ന് ഇവിടം വരെ താണ്ടുണ്ട് 180 ഉണ്ട്. 180യിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു കുഞ്ഞ് ആംഗിൾ കുറച്ചാൽ മതി. ഓക്കെ. സോ ആൽഫ എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ എനിക്ക് പറ. 180യിൽ നിന്നും ക്ലോക്ക് വൈസ് ഇളന്നാൽ എന്ത് ചെയ്യണം? കുറയ്ക്കുവാണ് അല്ലയോ? സോ 180യിൽ നിന്നും ഒരു തീറ്റ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ എനിക്ക് ഇങ്ങനെയും എഴുതാം, ആൽഫ 180 മൈനസ് തീറ്റ. കണ്ടോ? ടോട്ടൽ 180 ഉണ്ട്. 180യിൽ നിന്ന് ഒരു തീറ്റ എന്ത് ചെയ്തു? കുറഞ്ഞ് നിൽക്കുക. 180 എത്തിയിട്ടില്ല. 180യിൽ നിന്ന് ഒരു തീറ്റ എന്ത് ചെയ്യുക? കുറഞ്ഞ് നിൽക്കുക. സോ ഇതിന് എനിക്ക് എന്ത് എഴുതാം? 180 മൈനസ് തീറ്റ എന്ന് എഴുതാം. ഈ കുഞ്ഞ് ആംഗിളാണ് എന്തോന്ന്? തീറ്റ എന്ന് വിചാരിച്ചു. ഓക്കെ ആണോ? സോ 180 മൈനസ് തീറ്റ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സോ ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് തീറ്റ അല്ലെങ്കിൽ എന്താ? പൈ മൈനസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചോ, പൈ മൈനസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടാൽ അപ്പോഴേ ഓർത്തോളുക അത് എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. പൈ മൈനസ് തീറ്റ എന്ന് കണ്ടാൽ അന്നേരം ആലോചിച്ചോളൂ അത് എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ഇനി വേറെ ഏത് ആംഗിൾ വരും? ഞാൻ കാണിച്ചു തരാം. അതാ നോക്കിയേ, അങ്ങ് വായിച്ചോ. അതാ നോക്കിയേ, ഒരു ഫുൾ റൊട്ടേഷൻ എത്രയായി? 2π ആയി. എന്നിട്ട് ഒരു 180 കൂടെ കറങ്ങി. അപ്പോൾ എത്രയായി? 3π ആയി ഇല്ലയോ? എത്രയായി? 3π ആയി. ഓക്കെ. സോ 3π മൈനസ് തീറ്റ അല്ലെങ്കിൽ ഏതാണ്ട് ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞുതരാം. അതാ നോക്കിയേ, എൻ്റെ ആംഗിൾ എവിടുന്നാണ് മെഷർ ചെയ്ത് തുടങ്ങുന്നത്? പോസിറ്റീവ് എഡ് സൈഡ്സിൽ നിന്ന്. എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ്. സോ കൂടി വന്നു, ഫുൾ റൊട്ടേഷനായി, 2π ആയി. എന്നിട്ട് താണ്ട ഇങ്ങനെ കറങ്ങി ഇവിടം വരെ എത്തി. ഓക്കെ. സോ ഈ ആംഗിൾ എനിക്ക് എങ്ങനെ ഇളക്കാം? നമുക്കറിയാം ടോട്ടൽ ആംഗിളിനെ ഞാൻ എന്ത് വിളിച്ചു? ആൽഫ എന്ന് വിളിച്ചു. എത്ര? ഇത്രയും. കണ്ടോ? ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ എന്ത് വിളിച്ചത്? ആൽഫ എന്ന് വിളിച്ചത്. ആ ആൽഫ എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാവും? ഇനി ഇതാ നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെ എത്ര? പൈ. 2π. ഒന്നുകൂടെ കറങ്ങി ഇവിടെ എത്തിയായിരുന്നെങ്കിൽ എത്ര ആയേനെ? 3π ആയേനെ. പക്ഷെ 3π ഉണ്ടോ? 3π ആയില്ല. 3πയിൽ നിന്ന് എന്ത് ചെയ്തേക്കുക? ഒരു ചെറിയ ആംഗിൾ കുറഞ്ഞ് നിൽക്കുക. കണ്ടോ? 3π ആയില്ല. 3πയിൽ നിന്ന് ഒരു ചെറിയ ആംഗിൾ എന്ത് ചെയ്തേക്കുക? കുറഞ്ഞ് നിൽക്കുക. സോ ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? 3π മൈനസ് തീറ്റ എന്ന് വിളിക്കാം ഇല്ലയോ? ഈ കുഞ്ഞാംഗിൾ, കുറഞ്ഞ് നിൽക്കുന്ന കുഞ്ഞാംഗിളാണ് എന്തോന്ന്? തീറ്റ എന്ന് വിചാരിക്കുക. സോ പൈ, 2π, 3π ഇല്ല. 3πയിൽ നിന്ന് ഒരു തീറ്റ എന്ത് ചെയ്ത് നോക്കുക? കുറഞ്ഞ് നിൽക്കുക. സോ ആൽഫ എങ്ങനെ വിളിക്കാം? 3π മൈനസ് തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ. സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാൻ സാധ്യതയുള്ള അടുത്ത ആംഗിൾ എന്തുവാ? 3π മൈനസ് തീറ്റ. ഓക്കെ. സോ ഇനി 3π മൈനസ് തീറ്റ. അതേപോലെ തന്നെ ഒന്നുകൂടെ കറങ്ങി 4π. അടുത്താണെങ്കിലോ 5π മൈനസ് തീറ്റ എവിടെ തന്നെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെ വരും ഇല്ലയോ? സോ 5π മൈനസ് തീറ്റ എന്ന് കണ്ടാൽ അതും എവിടെ തന്നെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് പൈ മൈനസ് തീറ്റ എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ഓക്കെ ആണോടാ? ഓക്കെ. സോ ഓട് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാക്കിക്കോളൂ അത് എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ഓക്കെ ആണേ? ഓക്കെ. സോ ഓർത്തോ, ഈവൻ പൈ പ്ലസ് തീറ്റ എവിടാ വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓട് പൈ മൈനസ് തീറ്റ എവിടാ വരുന്നത്? ഓട് പൈ മൈനസ് തീറ്റ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് വരും. എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റ് വരും. ഓക്കെ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ അറിയാം. നമുക്കറിയാം ഈവൻ പൈ എല്ലാം വരുന്നത് എവിടെ ആയിരിക്കും? പോസിറ്റീവ് എഡ് സൈഡ്സിലായിരിക്കും. ഓക്കെ. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഈവൻ പൈ എല്ലാം വരുന്നത് എവിടെ ആയിരിക്കും? പോസിറ്റീവ് എഡ് സൈഡ്സിലായിരിക്കും. ഓട് പൈ എല്ലാം വരുന്നത് എവിടെ ആയിരിക്കും? നെഗറ്റീവ് എഡ് സൈഡ്സിലായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ ബേസിക് ആയിട്ട് അത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. ഈവൻ പൈകളെല്ലാം വരുന്നത് എവിടെ ആയിരിക്കും? ഈവൻ പൈ എവിടെ ആയിരിക്കും? പോസിറ്റീവ് എഡ് സൈഡ്സ്. ഓട് പൈ എല്ലാം വരുന്നത് എവിടെ ആയിരിക്കും? നെഗറ്റീവ് എഡ് സൈഡ്സ്. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള തനി എളുപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ. സോ ഈവൻ പൈ എല്ലാം പോസിറ്റീവ് എഡ് സൈഡ്സ്, ഓട് പൈ എല്ലാം നെഗറ്റീവ് എഡ് സൈഡ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് നോക്കിയേ, 0, 2π, 4π, 6π. കണ്ടോ? 2π വെച്ച് കൂടി പോയില്ലയോ? 2π ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കൂടെ, അപ്പോൾ 4π ആയി. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കൂടെ, അപ്പോൾ എത്രയായി? 6π ആയി. സോ ഈവൻ പൈ എല്ലാം വന്ന് വീഴുന്ന സ്ഥലം എവിടാ? നമ്മുടെ പോസിറ്റീവ് എഡ് സൈഡ്സ്. ഇനി ഇതാ നോക്കിയേ, പൈ, 2π, 3π,
4 പൈ 5 പൈ. കണ്ടോ, ഓട് പൈ എല്ലാം വന്ന് വീഴുന്ന ഇവിടെ നമ്മുടെ നെഗറ്റീവ് എഡ്ജ് സൈഡ്സ്. ഓക്കെ ആണോ? സോ ഓട് പൈ മൈനസ് തീറ്റ, ഓട് പൈ ഇല്ല, ഓട് പൈയിൽ നിന്നൊരു തീറ്റ കുറഞ്ഞു, അപ്പോൾ ഇതെവിടെ പോവും? സെക്കൻഡ് ക്വാഡ്രന്റിൽ പോവും. ഓക്കെ ആണേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് നോക്കി പറ, തേർഡ് ക്വാഡ്രന്റിൽ വരാൻ പറ്റുന്ന ആംഗിൾസ്, തേർഡ് ക്വാഡ്രന്റിൽ വരാൻ പറ്റുന്ന ആംഗിൾസ്. ആദ്യം ബേസിക് ആയിട്ട് നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന എവിടം തൊട്ട് എവിടം വരാം? പൈ മുതൽ ഇവിടം വരെ അല്ലയോ? അതായത് 180 മുതൽ 270 ഡിഗ്രി വരെ. എവിടം മുതൽ എവിടം വരെ? 180 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം പൈ മുതൽ എവിടം വരെ? ഇതാ നോക്കിയേ, 1 പൈ ബൈ 2. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? പൈ ബൈ 2. സോ 1 പൈ ബൈ 2. ഒന്നുകൂടെ 90 ഡിഗ്രി കഴിഞ്ഞ് അപ്പം എത്ര? 2 പൈ ബൈ 2. ഒന്നുകൂടെ 90 ഡിഗ്രി കഴിഞ്ഞ് അപ്പം എത്ര? 3 പൈ ബൈ 2. സോ എത്ര വരെ? 3 പൈ ബൈ 2 വരെ. ഓക്കെ. സോ 270 എന്ന് പറഞ്ഞാൽ എത്ര? 3 പൈ ബൈ 2. ഓക്കെ. സോ ആ ആംഗിൾ വരാം. ഇനി ഏതൊക്കെ ആംഗിൾസ് വരാം? നമുക്കറിയാം ഈ നെഗറ്റീവ് എഡ്ജ് സൈഡ്സിൽ കിടക്കുന്ന എല്ലാം എന്താ? ഓട് പൈകളാണ്. എന്താണ്? ഓട് പൈകളാണ്. ഓട് പൈയുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടുന്ന ആംഗിളുകളെല്ലാം എവിടെ വരും? തേർഡ് ക്വാഡ്രന്റ് വരും ഇല്ലയോ? സോ സിമ്പിളായിട്ട് എഴുതാം, ഓട് പൈയുടെ കൂടെ നമുക്കറിയാം ഓട് പൈ എല്ലാം വരുന്ന എവിടെ? നെഗറ്റീവ് എഡ്ജ് സൈഡ്സിൽ. ഓട് പൈയുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടിയാൽ അത് എവിടെ വരും? അത് തേർഡ് ക്വാഡ്രന്റിൽ വരും. ഓട് പൈയിൽ നിന്നൊരു തീറ്റ കുറഞ്ഞാൽ അത് എവിടെ പോവും? സെക്കൻഡ് ക്വാഡ്രന്റിൽ പോവും. ഓക്കെ ആണേ? ഓക്കെ. സോ ഓട് പൈ വരെ വന്ന് നിൽക്കുക. ഇനി എന്ത് ചെയ്തു? ഒരു തീറ്റയും കൂടെ കൂടി അതെവിടെ വരും? തേർഡ് ക്വാഡ്രന്റിൽ വരും. ഓക്കെ. സോ ഓട് പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾസ് എല്ലാം എവിടെ വരും? തേർഡ് ക്വാഡ്രന്റിൽ വരും ഇല്ലയോ? സിമ്പിളായിട്ട് പറ, 3 പൈ പ്ലസ് തീറ്റ അല്ലെങ്കിൽ 5 പൈ പ്ലസ് തീറ്റ ഇവന്മാരെല്ലാം എവിടെ വരും? തേർഡ് ക്വാഡ്രന്റിൽ വരും. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിന്റെ കാര്യം പറ. സിമ്പിൾ, ഈസി ആയിട്ട് പറ, പെട്ടെന്ന് പറ. ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ. സോ ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾസ് നമുക്കറിയാം ഇതെത്ര? 3 പൈ ബൈ 2. 3 പൈ ബൈ 2 മുതൽ 2 പൈ വരെ. ഓക്കെ. 3 പൈ ബൈ 2 മുതൽ 2 പൈ വരെയുള്ള ആംഗിൾസ് എല്ലാം എവിടെ കിടക്കും? 3 പൈ ബൈ 2 മുതൽ 2 പൈ വരെയുള്ള ആംഗിൾസ് എല്ലാം എവിടെ കിടക്കും? നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റിൽ കിടക്കും. ഓക്കെ. ഇനി ഫോർത്ത് ക്വാഡ്രന്റിൽ വരാൻ സാധ്യതയുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? നമുക്കറിയാം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ വരും. അതിൽ നിന്ന് ഒരു ആംഗിൾ കുറഞ്ഞാൽ പോരെ? അതായത് എക്സ് ആക്സിസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു തീറ്റ കുറഞ്ഞു നിന്നാൽ മതി. കൂടുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് ഇളക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് കളന്നാലേ കൂടി പോകത്തുള്ളൂ. ക്ലോക്ക് വൈസിൽ മാറ്റുവാണെങ്കിൽ അത് എന്ത് ചെയ്യും? കുറയ്ക്കുവാണെന്നാണ് പറയുന്നത് അല്ലയോ? സോ ഈ എക്സ് ആക്സിസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അതെവിടെ വരും? ഫോർത്ത് ക്വാഡ്രന്റിൽ വരും അല്ലയോ? സോ എക്സ് ആക്സിസിൽ നിന്നും കുറയ്ക്കുക. അതായത് എക്സ് ആക്സിസിൽ വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? 2 പൈ മൈനസ് തീറ്റ, അല്ലെങ്കിൽ 4 പൈ മൈനസ് തീറ്റ, അല്ലെങ്കിൽ 6 പൈ മൈനസ് തീറ്റ. കണ്ടോ, ഈവൻ പൈയിൽ നിന്നും ഒരു തീറ്റ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. നമുക്കറിയാം ഈവൻ പൈ എല്ലാം കിടക്കുന്ന എവിടെ? പോസിറ്റീവ് എക്സ് ആക്സിൽ. സോ ഈവൻ പൈയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? തീറ്റ കുറച്ചാൽ മതി അല്ലേ? സോ ഈവൻ പൈ മൈനസ് തീറ്റ ഇങ്ങനെയുള്ള ആംഗിൾസ് എല്ലാം എവിടെ കാണും? ഫോർത്ത് ക്വാഡ്രന്റിൽ കാണും. ഓക്കെ ആണ്. സോ ഇത്രയും കാര്യം പക്കയായിട്ട് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതാ പറഞ്ഞ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ പൈ പ്ലസ് തീറ്റ. ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ പൈ മൈനസ് തീറ്റ. ഇത്ര ആലോചിച്ചാൽ മതി. പോസിറ്റീവ് എഡ്ജ് സൈഡ്സിൽ എന്താ? ഈവൻ പൈ. നെഗറ്റീവ് എഡ്ജ് സൈഡ്സിൽ എന്താ? ഓട് പൈ. ഓക്കെ. സോ ഈവൻ പൈ പ്ലസ് തീറ്റ എവിടാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈവൻ പൈ മൈനസ് തീറ്റ എവിടാ? ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ. ഇനി ഓട് പൈ പ്ലസ് തീറ്റ എവിടെ വരും? തേർഡ് ക്വാഡ്രന്റ്. ഓട് പൈ മൈനസ് തീറ്റ എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ ആണേ? ഓക്കെ. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇനി ഈ പറയുന്ന സാധനം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മുടെ സൈൻ ആൽഫയും, കണ്ടോ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എവിടെ ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ സൈൻ ആൽഫയും കോസ് ആൽഫയും ടാൻ ആൽഫയും ഒക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഇവന്മാർ മൂന്നും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇവന്മാർ മൂന്നും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇതുകൂടെ ആലോചിച്ചോ. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ 1 ബൈ സൈനിന്റെ പേരെന്താ? 1 ബൈ സൈൻ ആണ് കൊസീക്ക്. ഓക്കെ, ഓർത്ത് വെച്ചോണം. 1 ബൈ സൈൻ ആണ് എന്തോന്ന്? കൊസീക്ക്. സോ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ കൊസീക്ക് ആൽഫയും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ കോസ് പോസിറ്റീവ് ആണെങ്കിൽ 1 ബൈ കോസ് ആരാ? 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്ക്.
സോ സിക്കും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഇനി അതേപോലെ ടാൻ പോസിറ്റീവ് ആണെങ്കിൽ 1/tan അവൻ്റെ പേര് എന്തുവാ കോട്ട് ആൽഫ. ഓർത്ത് വെച്ചോണേ, ഇത് പഠിച്ചു വെച്ചോണേ. ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചോ. സൈൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ 1/sin എന്ന് പറഞ്ഞാൽ കൊസീക്ക്, 1/cos എന്ന് പറഞ്ഞാൽ സീക്ക്, 1/tan എന്ന് പറഞ്ഞാൽ കോട്ട്. സോ ഇവൻ പോസിറ്റീവ് ആണെങ്കിൽ ഇവനും, ഇവനാണെങ്കിൽ ഇവനും, ഇവനാണെങ്കിൽ ഇവനും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണേ? ഓക്കെ. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവന്മാരെല്ലാം പോസിറ്റീവ്. സോ ഞാൻ വിളിക്കും ഓൾ ആർ പോസിറ്റീവ്. ഞാൻ ഇട്ട് കൊടുക്കുന്ന ആംഗിൾ ഇല്ലേ, ഈ ആൽഫ ഇല്ലേ, ഈ ആൽഫ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പഠിച്ച് ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്നും സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലയോ. സോ ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എല്ലാവരും പോസിറ്റീവ്. ഇനി ഞാൻ കണ്ടുപിടിക്കുന്ന ആംഗിൾ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഓർത്ത് വെച്ചു, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ സൈൻ പോസിറ്റീവ്. കണ്ടോ, സാസ. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ സൈൻ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അവിടെ ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ്. ഇനി ബാക്കിയുള്ളത് ആരാ, നമ്മുടെ കോസ്. സോ ഫോർത്ത് ക്വാഡ്രന്റിൽ ആംഗിൾ വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ കോസ് മാത്രമേ എന്തായിട്ട് വയ്ക്കത്തുള്ളൂ, പോസിറ്റീവായിട്ട് വയ്ക്കത്തുള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവായിട്ട് നിൽക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം എന്തായി പോകും, നെഗറ്റീവായി പോകും. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ്, ലാസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ്. സോ ഇത്രയും കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് വാല്യൂസ് വെച്ചിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കിയാൽ നമുക്ക് ഇവിടെ കുറച്ച് ആംഗിൾസ് പറഞ്ഞിട്ട് ആംഗിൾസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് 120 ഡിഗ്രി. ഓക്കെ ഓക്കെ, സോ 120 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെ മാർക്ക് ചെയ്യാം, ഈസിയാ. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര, 90ക്കും 180ക്കും ഇടയിലുള്ള ആംഗിൾ അല്ലയോ. സോ 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ വരും, അത് ഇവിടെ വരും, സെക്കൻഡ് ക്വാഡ്രന്റ് വരും അല്ലയോ. സോ ഇതായിരിക്കും എന്തോന്ന്, 120 ഡിഗ്രി. ഈ 120 ഡിഗ്രി എനിക്ക് എങ്ങനെയും എഴുതാം, ഞാൻ പറഞ്ഞായിരുന്നല്ലോ 180യിൽ നിന്നും ഒരു തീറ്റ കുറഞ്ഞതായിട്ട് എഴുതാം അല്ലയോ. സോ ഈ കുഞ്ഞ് ആംഗിൾ എത്ര, 120 ഉണ്ട്, ടോട്ടൽ 180 ആവണം. അപ്പോൾ എത്ര ഇത്, 60. സോ ഈ കുഞ്ഞ് ആംഗിൾ എത്ര, 60. സോ 120 എനിക്ക് എങ്ങനെ എഴുതാം, 180 - 60 എന്ന് എഴുതാം അല്ലയോ, അല്ലെങ്കിൽ π - π/3 എന്ന് എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ എഴുതാൻ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സൈൻ 120യുടെയും കോസ് 120യുടെയൊക്കെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ, സോ അതുകൂടെ കണ്ടുപിടിച്ച് പോവാം. കണ്ടുപിടിച്ച് പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ സൈൻ 120യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. ആരുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാ, സൈൻ 120യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, സോ സൈൻ 120 എനിക്ക് എങ്ങനെ എഴുതാം, സൈൻ 180 - 60 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു, മക്കളെ ഏതാണ്ട് ഇത്രയേ ഉള്ളൂ. സൈൻ 180 - 180 പ്ലസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ അതുപോലെ എഴുതുക. സൈൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, അതുപോലെ എഴുതുക. സോ ഇത് അതുപോലെ എഴുതാം, സൈൻ, എന്നിട്ട് ഈ കുഞ്ഞാങ്കിളിനെ മാത്രം എടുത്താൽ മതി. ഏതാങ്കിളിനെ മാത്രം എടുത്താൽ മതി, കുഞ്ഞാങ്കിളിനെ മാത്രം എടുത്താൽ മതി. ഓക്കെ ആണോ? സോ സൈൻ 180 - തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ തീറ്റ എന്ന് എഴുതാം. പഠിച്ചു വെച്ചോ, ദാണ്ടേ സൈൻ 180 - തീറ്റ അല്ലെങ്കിൽ π - തീറ്റ എന്ത് തന്നെയാ, സൈൻ തീറ്റ തന്നെ. ഓക്കെ ആണോ? ഓക്കെ, ഇനി സൈൻ 180 പ്ലസ് തീറ്റ ആണെങ്കിലും അത് സൈൻ തീറ്റ തന്നെയാണ്. പക്ഷേ ആ എന്ത് ചെയ്യും, അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും. അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ പറയാം എന്തായാലും, നോക്കൂ. എന്തായാലും എന്താ പറഞ്ഞേ, സൈൻ 180 - തീറ്റ എങ്ങനെ എഴുതാം, സൈൻ തീറ്റ എന്ന് എങ്ങനെ എഴുതാം. കണ്ടോ, ആ കുഞ്ഞ് ആംഗിൾ മാത്രം എടുത്ത് എഴുതാം. ഇനി നോക്കുക, ഈ 180 - തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വന്നത്, അത് സെക്കൻഡ് ക്വാഡ്രന്റിലല്ലയോ. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താ, പോസിറ്റീവാണ്. സോ സൈൻ 60 അതുപോലെ എഴുതിയാൽ മതി. ഇനി അത് തേർഡ് ക്വാഡ്രന്റിൽ വന്ന ഏതെങ്കിലും ആംഗിൾ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, നമ്മൾ സൈൻ കഴിഞ്ഞ ആ കുഞ്ഞ് ആംഗിൾ എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും, തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് സൈൻ എന്താ, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതി, 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 - തീറ്റ എന്ന് എഴുതാം അല്ലയോ, അല്ലെങ്കിൽ π - π/3 എന്ന് എഴുതാം. ഓക്കെ, സോ സൈൻ 120 ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും, സൈൻ 180 - 60 എന്ന് എഴുതും. ഇനി എന്ത് ചെയ്താൽ മതി, ഈ കുഞ്ഞ് ആംഗിൾ മാത്രം അങ്ങ് എഴുതിയാൽ മതി, സൈൻ 60. ഓക്കെ, ഇനി നോക്കുക, ഇത് ഏത് ക്വാഡ്രന്റിലാണ് കിടന്നത്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ്. സോ ഇതെന്താ, പ്ലസ് സൈൻ 60. അത്രയേ ഉള്ളൂ. ഓക്കെ ആണേ? ഓക്കെ, സോ ഇതിൽ നിന്നാണ്ട് ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാം. സൈൻ 180 - തീറ്റ എന്ത് തന്നെയാണ്, സൈൻ തീറ്റ തന്നെ. ഇത് പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല, ഇത് കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു 1-2 പ്രോബ്ലംസ് ഈ ആംഗിൾസ് വെച്ചിട്ട് ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് എന്ത് ചെയ്യും, തനിയെ ചെയ്യാൻ ഓക്കെ ആവും. ഓക്കെ ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ
അടുത്ത ആംഗിൾ. സോ 120 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തു, അതെവിടാന്നും കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് 210 ഡിഗ്രി മാർക്ക് ചെയ്യാം. 210 ഡിഗ്രി. സോ 210 ഡിഗ്രി. 210 ഡിഗ്രി എന്ന് പറയുമ്പോൾ എവിടെ വരും? നമുക്കറിയാം 180 കഴിഞ്ഞിട്ട് വരും ഇല്ലയോ. ഇതെന്ന് പറയുന്നത് എവിടാ? 270 ആവും. ഇവിടം വരെ വരുമ്പോൾ എത്ര ആവും? 270 ആവും. അപ്പോൾ 270ക്ക് ഇടയ്ക്ക് നിൽക്കുക അല്ലയോ. 180 കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടി നിൽക്കുക 210 എന്ന് പറഞ്ഞാൽ. 180 എത്രയും കൂടെ കൂടണം 210 ആവണമെങ്കിൽ? 180 180 190 200 210. അതായത് 180യുടെ കൂടെ എന്ത് വേണം? ഒരു 30 കൂടെ കൂടണം. 180യുടെ കൂടെ എന്ത് വേണം? ഒരു 30 കൂടെ കൂടണം. ഈ കുഞ്ഞ് ആംഗിൾ അപ്പോൾ എത്ര? 30 ഡിഗ്രി. സോ ഇത് ടോട്ടൽ ആംഗിൾ എത്ര? 180 + 30 എത്ര? 210 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ 210 കണ്ടുപിടിക്കണം. സൈൻ 210 ഡിഗ്രി കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു, അതാണ്ട് ഇപ്പം ചെയ്യാൻ പോവുക. സൈൻ 210 എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 180 + 30. സൈൻ 180 + 30 വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞായിരുന്നില്ലയോ, സൈൻ 180 പ്ലസോ 180 മൈനസോ അങ്ങനെ എന്തോ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞാങ്കിൾ മാത്രം എടുത്ത് എഴുതാം. സോ കുഞ്ഞാങ്കിൾ മാത്രം എടുത്ത് എഴുതി. സൈൻ 30 കുഞ്ഞാങ്കിൾ മാത്രം എടുത്ത് എഴുതി. ഇനി നോക്കിയാൽ 180 + തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്? അത് തേർഡ് ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്. നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിൽ ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. സോ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ എന്താ? മൈനസ് സൈൻ 30 എന്ന് ആൻസർ കിട്ടും. സൈൻ 30യുടെ വാല്യൂ എത്ര? 1/2. സോ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? -1/2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. അതേപോലെ ഇവിടെ കോസ് 120 കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. കോസ് 120 ഓക്കെ. സോ കോസ് 120 ഡിഗ്രി. നമുക്കറിയാം കോസ് 120 എന്ന് പറഞ്ഞാൽ എത്ര? കോസ് ഓഫ് 180 - 60 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താ ചെയ്യാം? 180 + 180 മൈനസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞാങ്കിൾ മാത്രം എടുത്ത് എഴുതാം. സോ കോസ് 60 കുഞ്ഞാങ്കിൾ മാത്രം എഴുതി. ഇനി നോക്കിയാൽ 180 - തീറ്റ ഏത് ക്വാഡ്രന്റില? സെക്കൻഡ് ക്വാഡ്രന്റ്. ആരേ ഉള്ളൂ? സൈൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം എന്താ? നെഗറ്റീവാ. സോ ഇവൻ എന്താ? നെഗറ്റീവാ. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് 60യുടെ വാല്യൂ 1/2 ഇല്ലേ. സോ -1/2 ആൻസർ കിട്ടും. ഓക്കെ ആണേ? വാല്യൂ കണ്ടുപിടിക്കുന്ന മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 210 കണ്ടുപിടിച്ചില്ലേ? കോസ് 210 കൂടെ കണ്ടുപിടിച്ച് നോക്കാം. കോസ് 210 ഡിഗ്രി. ഓക്കെ. സോ കോസ് 210 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് 180 പ്ലസ് 210 ആവാൻ എത്രയും കൂടെ വേണം? 30 കൂടെ വേണം. സോ 180 + 30 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എത്ര? കുഞ്ഞാങ്കിൾ മാത്രം എടുത്ത് എഴുതാം. കോസ് 30. ഇനി നമുക്കറിയാം 180 + 30 എവിടെ വന്നിരിക്കുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണ് വന്നത് ഇല്ലയോ. 180 + തീറ്റ അത് എവിടെ പോയി? തേർഡ് ക്വാഡ്രന്റിൽ പോയി. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ്. വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടി? -√3/2. ഓക്കെ. അടുത്തത് 7π/4. അടുത്തത് എന്താ? 7π/4. ശ്രദ്ധിച്ചിരുന്നോ? 7π/4. ഓക്കെ. 7π/4 എവിടെ വരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാ നോക്കിയേ, ഞാൻ ആദ്യമേ 7π/4 ഇങ്ങനെ എഴുതാൻ പോവാ. എൻ്റെ കയ്യിലുള്ളതാരാ? 7π/4. 7π/4 എന്ന് പറഞ്ഞാൽ എത്രടാ? 8π/4 നിന്നും 1π/4 എന്ത് ചെയ്താൽ മതി? കുറഞ്ഞാൽ മതി ഇല്ലയോ. 7π/4 എന്ന് പറഞ്ഞാൽ എത്ര? 8π/4 നിന്നും 1π/4 എന്ത് ചെയ്താൽ മതി? കുറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടും? 8π/4 നിന്നും 1π/4 കുറയാം. ഈ 4ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും? 2π - π/4. 2π - π/4. ഇപ്പൊ മനസ്സിലായി ഈ ആംഗിൾ എവിടെ കിടക്കുവാന്ന് നമുക്ക് മനസ്സിലായി. എവിടെ കിടക്കുക? ഓക്കെ. നോക്കിയേ, 2π എവിടാ? 2π എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് എക്സൈറ്റ്സ്. 2πയിൽ നിന്നും 2π ഉണ്ടോ? ഇല്ല. 2π ഇല്ല, അതിലൊരു π/4 എന്താ? കുറവാ. സോ 2π ഇല്ല, ഒരു π/4 എന്താ? കുറവാ. സോ 2π ഇല്ല, ഒരു π/4 എന്താ? കുറവാ. ഓക്കെ. സോ ഇതാണ് എന്തോന്ന്? നമ്മുടെ 7π/4 എന്ന് പറയുന്ന ആംഗിൾ. 7π/4 എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ. സോ 7π/4 ആംഗിളിനെ ഒന്ന് മാറ്റി എഴുതിയപ്പോൾ മനസ്സിലായി അതെന്താ? 2π - π/4 ആണെന്ന് മനസ്സിലായി. സോ 2π ഇല്ല, 2πയിൽ നിന്നൊരു π/4 കുറവാണ്. ഓക്കെ.
ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ പറ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് സൈനും കോസും ടാനും ഒക്കെ കണ്ടുപിടിക്കണം. അതാ നോക്കിയേ, സൈൻ 7π/4 കണ്ടുപിടിക്കാൻ പോവുക. സൈൻ 7π/4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? സൈൻ 2π - π/4. സൈൻ 2π - π/4. നോക്ക്, ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കണ്ടോ, ഒരു π - π/θ അല്ലെങ്കിൽ 2π - θ അല്ലെങ്കിൽ 3π - θ അല്ലെങ്കിൽ ഒരു 1000π - θ അല്ലെങ്കിൽ ഒരു 1000π + θ, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞാങ്കിൾ മാത്രം അങ്ങ് എഴുതിയാൽ മതി. ഏത് ആംഗിൾ മാത്രം എഴുതിയാൽ മതി? കുഞ്ഞാങ്കിൾ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ സൈൻ ആയാലും കോസ് ആയാലും ടാൻ ആയാലും ഇങ്ങനെ തന്നെ, π + θ അല്ലെങ്കിൽ π - θ, ഒരു 2π - θ അല്ലെങ്കിൽ 2π + θ, ഇനി ഒരു 1000π - θ അല്ലെങ്കിൽ ഒരു 1000π + θ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ആ പ്ലസ് തീറ്റ എന്ന് എഴുതുന്ന കുഞ്ഞാങ്കിൾ ഉണ്ടല്ലോ, ആ കുഞ്ഞാങ്കിൾ വെച്ച് മാത്രം എന്ത് ചെയ്യാം? ഈ സൈനെ മാറ്റി എഴുതാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സൈൻ, ആ കുഞ്ഞാങ്കിൾ മാത്രം എഴുത്, π/4. കുഞ്ഞാങ്കിൾ മാത്രം എഴുത്, π/4. ഓക്കെ ആണോ? ഓക്കെ. സോ ഇനി ഈ ഇത് എവിടെ വന്നേക്കുന്നത്? ഏത് ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്? നമുക്കറിയാം ഇത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം എന്താ? നെഗറ്റീവാ. സോ ഇവ എന്താ? നെഗറ്റീവ്. which is equal to ആൻസർ എന്ത് കിട്ടും? -1/√2. സിമ്പിൾ അല്ലേ? സിമ്പിളാ. അങ്ങനെയാണെങ്കിൽ കോസ് 7π/4 പറ. കോസ് 7π/4 ഇതുപോലെ കണ്ടുപിടിക്കാം. കോസ് 7π/4. കോസ് 7π/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് 2π - π/4 which is equal to എന്താ? നമുക്ക് ആ കുഞ്ഞാങ്കിൾ മാത്രം എഴുതാം, കോസ് π/4. ഓക്കെ. ഓക്കെ. സോ കോസ് π/4 ഇവിടെ എന്താ? ഏത് ക്വാഡ്രന്റാ? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ ഇവ എന്താ? പോസിറ്റീവ് തന്നെ. സോ എന്താ? 1/√2. ഓക്കെ. അപ്പൊ ടാൻ π/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? ടാൻ π/4. നമുക്ക് ടാൻ 7π/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്നൊരു ആൻസർ ടാൻ 7π/4. സോ ടാൻ 7π/4 എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 2π - π/4 which is equal to, നമുക്ക് ആ കുഞ്ഞാങ്കിൾ മാത്രം എഴുതാം. എത്ര? ടാൻ π/4. ഓക്കെ. ഓക്കെ. സോ കുഞ്ഞാങ്കിൾ മാത്രം എഴുതി, പക്ഷേ ഇത് ഏത് ക്വാഡ്രന്റാ? ഫോർത്ത് ക്വാഡ്രന്റ്. സോ ടാൻ എന്താ? നെഗറ്റീവ്. which is equal to ആൻസർ എന്ത് കിട്ടും? -1. ഓക്കെ അല്ലേ? ഓക്കെ ആണേ? ഓക്കെ. സോ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ഈവൻ പയ്യോ അല്ലെങ്കിൽ ഓഡ് പയ്യോ പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കുഞ്ഞാങ്കിൾ വെച്ച് മാത്രം എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഓക്കെ. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒരു π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ സൈൻ ഓഫ് 3π/2 പ്ലസ് തീറ്റ, ഇതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റത്തില്ല. ഒരിക്കലും ഇത് ചെയ്യരുത്, ഇതൊരിക്കലും ചെയ്യരുത്. എങ്ങനെ വരണം? എങ്ങനെ വരണം? ഇവിടെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കരുത് വരുന്നത്, എന്തായിരിക്കണം? ഒരു n π ആയിരിക്കണം. എങ്ങനെ ആയിരിക്കണം വരേണ്ടത്? ഒരു n π എന്നുള്ള രീതി വരണം. n π എന്നുള്ള രീതി വരണം. 1π 2π 3π 4π അങ്ങനെ വരണം. അങ്ങനെ വന്നാൽ ആ കുഞ്ഞാങ്കിൾ മാത്രം എടുത്ത് വെച്ച് എഴുതാം. ഓക്കെ. ഓക്കെ. സോ അതൊന്ന് ഓർത്ത് വെച്ചോണം. π/2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? എഴുതരുത്. പൈയുടെ മൾട്ടിപ്പിളെ പ്ലസ് മൈനസ് എന്നൊക്കെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാവൂ? ഈ ഫോർമാറ്റ് യൂസ് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് പ്രോബ്ലം വേണമെങ്കിലും ഇത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ. π/2 വെച്ചിട്ടുള്ളത് നമ്മൾ പഠിക്കണമെന്നില്ല, ഇത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ? ഓക്കെ. സോ അടുത്തത് 420 ഡിഗ്രി. 420 ഡിഗ്രി. 420 ഡിഗ്രി. 420 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ? എവിടെ വരും? എവിടെ വരും? 420 ഡിഗ്രി 360ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടണം? 420 കിട്ടണമെങ്കിൽ 360ൻ്റെ കൂടെ ഒരു 40 കൂട്ടിയാൽ 400 ആവും. ഒരു 20 കൂടെ കൂട്ടണം. സോ 40 20 60 കൂട്ടണം അല്ലേ? സോ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യണം? ഒരു 60 ഡിഗ്രിയും കൂടെ എന്ത് ചെയ്യണം? 60 ഡിഗ്രിയും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ ആണോ? സോ ടോട്ടൽ ആംഗിൾ എത്ര ആവും? 420 ഡിഗ്രി ആവും. ഓക്കെ ആണേ? ഓക്കെ. സോ സൈൻ 420 ഈസിക്കൽ എന്താ? സൈൻ 360 പ്ലസ് സൈൻ 360 പ്ലസ് അല്ലെങ്കിൽ 2π പ്ലസ് എത്ര? 60. അങ്ങനെയാണെങ്കിൽ പറ, നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞാങ്കിൾ മാത്രം എഴുതാം. സൈൻ 60.
ഓക്കെ ആണോ? സോ ഇവൻ പോസിറ്റീവ് ആയിരിക്കുമോ? ആണ്. ഇത് എവിടെ കിടക്കുക? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നു. സോ ഇവൻ എന്താ? പോസിറ്റീവ്. സോ സൈൻ 60യുടെ വാല്യൂ എത്ര? √3/2. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൈനും കോസും ടാനും എല്ലാം ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കും. ഓക്കെ ആണേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ അടുത്ത ആംഗിൾ എടുക്കാൻ പോവുക. 11π/4. ഓക്കെ. 480 നിങ്ങൾ എന്ത് ചെയ്യുക? സിമിലർ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തനിയൊന്ന് ചെയ്യുക. അടുത്ത ആംഗിൾ എടുക്കാൻ പോവുക എത്ര? 11π/4. 11π/4 എടുക്കാം. 11π/4. സോ 11π/4 നോക്കാം എവിടെ വരുമെന്ന് നോക്കാം. ഓക്കെ. 11π/4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 11π/4 എന്ന് പറഞ്ഞാൽ 12π/4 നിന്നും ഒരു π/4 എന്ത് ചെയ്താൽ മതി? കുറഞ്ഞാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 11π/4 കിട്ടും. സോ ഈ 4ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യും. 4ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ 11π/4 വേറെ രീതിയിലും ആലോചിക്കാം. 10π/4ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു π/4 കൂടിയാൽ മതി. അങ്ങനെ ആലോചിക്കാം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു n π എന്നുള്ള രീതി കിട്ടണം. ഓക്കെ. 1π 2π 3π ആ ഒരു രീതി കിട്ടണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങനെ എഴുതുന്നത്. സോ 12π/4 നിന്നും ഒരു π/4 കുറഞ്ഞാൽ ആരെ കിട്ടും? 11π/4 കിട്ടും. സോ ഈ 4ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്താലോ? 3π മൈനസ് π/4 കിട്ടും. 3π മൈനസ് π/4 കിട്ടും. നോക്ക് 3π എവിടെ വരുന്നത്? ഓഡ് പൈ. ഓഡ് പൈ എന്ന് പറഞ്ഞാൽ എവിടെ? ഇവിടെ. സോ ഓഡ് പൈ ഇത്ര ഉണ്ടോ? 3π ഉണ്ടോ? ഇല്ല. 3πയിൽ നിന്ന് എന്ത് ചെയ്ത്? ഒരു π/4 കുറവാണ്. 3π ആയിട്ടില്ല. 3πയിൽ നിന്ന് ഒരു π/4 കുറവാണ്. 3π ആയിട്ടില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു π/4 ഇവിടെ കുറവാണ്. ഓക്കെ. സോ 3π എന്ന് പറയുമ്പോൾ എത്ര? π 2π 3π. അപ്പോൾ എത്ര വട്ടം കറങ്ങിയത്? എത്ര വട്ടം കറങ്ങി? π 2π 3π. ഓക്കെ. സോ ഈ ടോട്ടൽ ആംഗിൾ എന്തോന്ന്? 3π മൈനസ് π/4 അല്ലെങ്കിൽ 11π/4 എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ ആണേ? ഓക്കെ. സോ ഇനി എളുപ്പമാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? സൈൻ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. സൈൻ. സോ സൈൻ 11π/4 അല്ലെങ്കിൽ നമുക്ക് പറയാം സൈൻ 3π മൈനസ് π/4. ഓക്കെ. സൈൻ 3π മൈനസ് π/4 എന്ത് കിട്ടും? നമുക്കറിയാം സൈൻ 3π മൈനസ് π/4. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞാങ്കിൾ മാത്രം എഴുതാം. സൈൻ π/4. ഓക്കെ. ഇനി അത് ഏത് ക്വാഡ്രന്റില? സെക്കൻഡ് ക്വാഡ്രന്റില. സൈൻ എന്താ? പോസിറ്റീവ്. ആൻസർ എന്ത് കിട്ടും? 1/√2. സിമ്പിൾ അല്ലയോടാ? സിമ്പിളായിട്ട് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ കോസിൻ്റെ വാല്യൂ പറ. കോസ് 11π/4. കോസ് 11π/4 എന്ന് പറഞ്ഞാൽ 3π മൈനസ് π/4 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? കോസ് π/4. കുഞ്ഞാങ്കിൾ മാത്രം വെച്ച് എഴുതാം. കോസ് π/4. ഇനി അത് ഏത് ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്? ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ. സോ കോസ് എന്താ? നെഗറ്റീവ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? -1/√2. ഓക്കെ. സിമിലർ ആയിട്ട് എന്ത് ചെയ്യുക? ടാനും കണ്ടുപിടിക്കുക. ടാൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ആൻസർ വരും? -1 എന്ന ആൻസർ വരും. ഓക്കെ. -1 എന്ന ആൻസർ വരും. ഓക്കെ. ഫൈൻഡ് സൈൻ 270 ഡിഗ്രി. 270 എന്ന് പറഞ്ഞാൽ എത്ര? 270 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 270 ദാണ്ടേ അത് എവിടെ വരും? 90 180 270 അല്ലയോ? 90 × 3 അല്ലയോ? സോ സൈൻ 270 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ ആണേ? ഓക്കെ. സോ സൈൻ 270 എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. സൈൻ 270 എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 270 എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 180യുടെ കൂടെ എന്ത് ചെയ്തു? ഒരു 90യും കൂടെ കൂടി. എന്തോ ഇത് 180യുടെ കൂടെ എന്ത് ചെയ്തു? ഒരു 90യും കൂടെ കൂടി. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? കുഞ്ഞാങ്കിളായിട്ട് എഴുത്. വിച്ച് ഈസ് ഈക്വൽ ടു 180 പ്ലസ് തീറ്റ എന്ന് എഴുതിയല്ലോ. 180 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ്? അത് തേർഡ് ക്വാഡ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ. തേർഡോ ഫോർത്തോ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് വന്നേക്കുന്ന ഇവിടെ ഈ വരയിലാണ്. അത് തേർഡാണോ ഫോർത്ത് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ വേണ്ട, കുഴപ്പമില്ല. നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 180 പ്ലസ് തീറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. സോ അത് എവിടെ ആയിട്ട് കൺസിഡർ ചെയ്യുക? 180യുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടി. അത് തേർഡിലാണെന്ന് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഓക്കെ. സോ കുഞ്ഞാങ്കിളായിട്ട് എഴുതാം. എത്ര? കുഞ്ഞാങ്കിളായിട്ട് എഴുതാം എത്ര? സൈൻ 90. ഓക്കെ. ഇനി അത് ഏത് ക്വാഡ്രന്റാ? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ആയാലും കുഴപ്പമില്ല, ഫോർത്ത് ആയാലും കുഴപ്പമില്ല. സൈൻ എന്താ? നെഗറ്റീവ് അല്ലയോ? തേർഡിലാണെങ്കിലും
ഫോർത്തിലാണെങ്കിൽ സൈൻ എന്ത് തന്നെയാണ്, നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ, എത്ര കിട്ടിയ ആൻസർ, സൈൻ 90 എത്ര 1. സോ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി, -1. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാണ്ടെ ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ തനിയെ പറയണം, എൻ്റെ കൂടെ പറയണം, എൻ്റെ കൂടെ പറയണം. സൈൻ ഒരു ഈവൻ പൈ, എന്തൊരു പൈ, ഈവൻ പൈ പ്ലസ് തീറ്റ എന്തോ എഴുതും, സൈൻ ഈവൻ പൈ പ്ലസ് തീറ്റ എന്തോ എഴുതും, സൈൻ ഈവൻ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, അത് സൈൻ തീറ്റ തന്നെ. കാരണം എന്താ, ഈവൻ പൈ എല്ലാം വരുന്നത് എവിടാ, ഈവൻ പൈ എല്ലാം വരുന്നത് നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസ്, അതിൻ്റെ കൂടെ ഒരു തീറ്റയും കൂടെ ആഡ് ചെയ്യും, അത് എവിടെ വരും, ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാവരും എന്ത് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ ഈവൻ പൈക്ക് വേണമെങ്കിൽ എനിക്ക് ഇതാണ്ട് ഇങ്ങനെ എഴുതാം, കോസ് ഓഫ് ഈവൻ പൈക്ക് പകരം വേണമെങ്കിൽ ഇതാണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാം, 2n പൈ എന്ന് എഴുതാം. കാരണം എന്താ, ഏതൊരു നമ്പറിനെ, എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പർ ആയിക്കോട്ടെ, 1, 2, 3, 4 ഏത് നമ്പർ ആയിക്കോട്ടെ, ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് എനിക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും, ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2 × 1 2 ഈവൻ നമ്പറാണ്, 2 × 2 4 ഈവൻ നമ്പറാണ്, 2 × 3 6 ഈവൻ നമ്പറാണ്. സോ ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു നമ്പറിനെ, എന്ന് പറയുന്ന ഏതോ ഒരു നമ്പർ ആയിക്കോട്ടെ, ആ നമ്പറിനെ 2 കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ 2n പൈ പ്ലസ് തീറ്റ എനിക്ക് അങ്ങനെ വിളിക്കാം അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, കോസ് തീറ്റ തന്നെയാണ്. ടാൻ ഓഫ് 2n പൈ പ്ലസ് തീറ്റ, അത് എവിടെ വരും, 2n പൈ എന്ന് പറയുമ്പോൾ ഈവൻ പൈ പ്ലസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും, എല്ലാവരും പോസിറ്റീവ്, സോ ടാൻ തീറ്റ. അതേപോലെ സീക്ക് എടുത്താലും കൊസീക്ക് എടുത്താലും എങ്ങനെ തന്നെ വരും, സെയിം ആയിട്ട് വരും. ഓക്കെ ആണേ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈവൻ പൈ മൈനസ് വരാം, സൈൻ ഓഫ് ഈവൻ പൈക്ക് പകരം 2n പൈ മൈനസ് തീറ്റ എന്ത് വരും, ഈവൻ പൈയിൽ നിന്നും തീറ്റ എന്ത് ചെയ്തു, കുറഞ്ഞു, ഏത് ക്വാഡ്രന്റ് വരും, ഈവൻ പൈയിൽ നിന്നും തീറ്റ കുറഞ്ഞു, ഏത് ക്വാഡ്രന്റ് വരും, നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ് വരും. എവിടെ വരും, ഫോർത്ത് ക്വാഡ്രന്റ് വരും. സോ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്, അവിടെ കോസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം എന്താ, നെഗറ്റീവ്. സോ മൈനസ് സൈൻ തീറ്റ. അടുത്തത് കോസ് ഓഫ് 2n പൈ മൈനസ് തീറ്റ, നമുക്കറിയാം കുഞ്ഞാങ്കിളായിട്ട് എഴുതാം, എന്താ, കോസ് തീറ്റ. ഇത് നമുക്കറിയാതെ എവിടെ വന്നത്, ഫോർത്ത് ക്വാഡ്രന്റിൽ ആര് പോസിറ്റീവ്, കോസ് പോസിറ്റീവ്, സോ അത് പോസിറ്റീവ് തന്നെ. ഇനി ടാൻ എഴുതിയാലോ, ടാൻ ഓഫ് 2n പൈ മൈനസ് തീറ്റ, ടാൻ 2n പൈ മൈനസ് തീറ്റ എന്തുവാ, അത് കുഞ്ഞാങ്കിൾ മാത്രം എഴുതാം, ടാൻ തീറ്റ. പക്ഷേ എനിക്കറിയാം 2n പൈ മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, സോ നെഗറ്റീവ്. ഓക്കെ ആണേ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡ് പൈ പ്ലസ് തീറ്റ എഴുതാതിൻ്റെയൊക്കെ, അതേപോലെ ഓഡ് പൈ മൈനസ് തീറ്റ എഴുതാതിൻ്റെയൊക്കെ. ഓക്കെ, സൈൻ ഓഫ് ഓഡ് പൈ എന്ന് പറഞ്ഞാൽ എന്താ, ഈവൻ പൈയുടെ കൂടെ ഒരെണ്ണം കൂടെ കൂട്ടിയാൽ പോരെ, ഓടാവത്തില്ല. ഫോർ എക്സാമ്പിൾ ഈവൻ നമ്പർ 2ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ എന്താവും, ഓഡ് നമ്പർ 3 ആവും. ഇനി ഫോർ എക്സാമ്പിൾ 4 ഈവൻ നമ്പറാണ്, ആ ഈവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ എന്താവും, 4 + 1 5 ആവും. സോ ഓഡ് നമ്പർ എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ഈവൻ നമ്പറിൻ്റെ കൂടെ ഞാൻ എന്തുകൂടെ ചെയ്തു, ഒന്നുകൂടെ കൂട്ടി. സോ ഓഡ് പൈ, കണ്ടോ, ഓഡ് പൈ എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഓഡ് നമ്പറാണ് കിട്ടേണ്ടത്, അതായത് ഈവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി, അപ്പോൾ ഓടായി. സോ ഓഡ് നമ്പർ ഇൻറ്റു പൈ, ഓഡ് പൈ പ്ലസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഒരു ഓഡ് പൈ പ്ലസ് തീറ്റ. ഓഡ് പൈ എവിടെ വരും, ഇവിടെ വരും. ഓഡ് പൈയുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടി. ഓക്കെ, സോ ഓഡ് പൈയുടെ കൂടെ തീറ്റയും കൂടെ കൂടി, അത് ഏത് ക്വാഡ്രന്റിൽ പോവും, തേർഡ് ക്വാഡ്രന്റിൽ പോവും. ഇവിടെ ആരാ പോസിറ്റീവ്, ഇവിടെ ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. ഓക്കെ, സോ ഇവൻ എന്താവും, നെഗറ്റീവ് ആയിരിക്കും. സോ മൈനസ് സൈൻ തീറ്റ. കണ്ടോ, ഈ ഇക്വേഷൻ എല്ലാം കാണാതെ പഠിച്ചു വെക്കണോ, ഈക്വേഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഈവൻ പൈയോ ഓഡ് പൈയോ ആയിക്കോട്ടെ, പ്ലസ്സോ മൈനസോ ആയിക്കോട്ടെ, നമുക്ക് ആ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാതെ എഴുതാം, ആ കുഞ്ഞാങ്കിൾ വെച്ച് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാതെ എഴുതാം. ഇനി അത് ഏത് ക്വാഡ്രന്റ് വരുന്നു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ അത് ഏത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ അല്ലേ. ഓക്കെ, സോ കോസ് ഓഫ് ഓഡ് പൈ 2n + 1 പൈ ഓഡ് പൈ പ്ലസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്കറിയാം കോസ് ഓഫ് ഓഡ് പൈ പ്ലസ് തീറ്റ, കുഞ്ഞാങ്കിളായിട്ട് എഴുതാം, കോസ് തീറ്റ. ഇനി അത് ഏത് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, അവിടെ കോസ് എന്താ, നെഗറ്റീവ്. ടാൻ ഓഫ് 2n + 1 പൈ പ്ലസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ്, സോ അതെന്താ, ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ ആണോ. അങ്ങനെയാണെങ്കിൽ 2n + 1 ഓഡ് പൈ മൈനസ് തീറ്റ നിങ്ങൾ തനിയെ എഴുതി നോക്ക്. ഓഡ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എവിടെ വരും, ഓഡ് പൈ
ഓട് പൈ ഉണ്ടോ? ഓട് പൈ ആയില്ല, ഒരു തീറ്റ കുറവാണ്. ഓട് പൈ ആയില്ല, ഒരു തീറ്റ കുറവാണ്. സോ അത് സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സോ അങ്ങനെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യും? തനിയെ ഒന്ന് എഴുതി നോക്കുക. ഒരു ഹോംവർക്ക് പോലെ എടുക്കുക. തനിയെ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നമുക്കിപ്പോൾ കോസിൻ്റെയും സൈനിൻ്റെയും ഒക്കെ അകത്ത് ഏത് വാല്യൂസ് വന്നാലും എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കൂടുതൽ പ്രോബ്ലംസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്യാം. സോ മക്കളെ, ഇതെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ബൈ.